ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് കാരണം പിണറായി വിരുദ്ധ വികാരമെന്ന് സിപിഐഎം സഹയാത്രികൻ സെബാസ്റ്റ്യൻ പോൾ പിണറായിയെ ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം തിരിച്ചടിയായി. വ്യക്തി കേന്ദ്രീകൃതമാകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ല സിപിഐഎം. പിണറായി വിജയനിലേക്ക് എത്തുമ്പോൾ നിയമങ്ങൾ വഴിമാറുകയാണെന്നും സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. പ്രതികരണത്തിലേക്ക് ആദ്യം. പാർട്ടി അർഹിക്കുന്ന തോൽവിയല്ല അല്ലെങ്കിൽ അത് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു ന്യായം പറയുന്നത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയും. അത് സാധാരണ സാഹചര്യങ്ങളിൽ നമുക്കങ്ങനെ പറയാം. ഇവിടെ ലളിതമായി പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമല്ല, പിണറായി വിരുദ്ധ വികാരമാണ് വോട്ടർമാരുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അതിന് അനുസൃതമായി അവർ വോട്ട് ചെയ്തു. സൈഫുനിസ അലിയാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. സൈഫുനിസ, ഇത് പിണറായി വിരുദ്ധത, ഭരണവിരുദ്ധ വികാരം എന്നൊക്കെയുള്ളത് ഇപ്പോൾ തന്നെ പൊതുമധ്യത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ഔദ്യോഗികമായി പാർട്ടി പ്രവർത്തകരാരും തന്നെ അവർ മനസ്സിൽ കണ്ടതുകൊണ്ട് തീർച്ചയായും പാർട്ടിയെ നേതൃത്വത്തിൽ ഉള്ള വിയോജിപ്പുകൾ കൂടി രേഖപ്പെടുത്തുന്നതാണ് ഈ ബാലറ്റിലൂടെ കാണുകയും ചെയ്തത്. അതിൽ കണ്ണൂരിലെ വലിയ കോട്ടകളിളക്കിയ തോൽവി തന്നെ അതിനൊരു ഉദാഹരണവുമാണ്. അത് തീർച്ചയായും പിണറായി വിരുദ്ധത കൂടി ഉണ്ടായത് എന്ന നിലയ്ക്കുള്ള നെറേറ്റീവുകളും അതുമാത്രവുമല്ല അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഇപ്പോൾ തന്നെ പൊതുമധ്യത്തിലുണ്ട്. അതാണിപ്പോൾ ഇടത് സഹയാത്രികനും പറഞ്ഞു വെക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം കൂടുതലായി കൂട്ടിച്ചേർക്കുകയുണ്ടായത്? ശ്യാമിലി, ഇത്തവണ സർക്കാരിനെതിരായ ഒരു ഭരണവിരുദ്ധ വികാരമല്ല, പിണറായി വിജയനെതിരെയുള്ള ജനങ്ങളുടെ വികാരമാണ് ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നാണ് സെബാസ്റ്റ്യൻ പോൾ പറയുന്നത്. കാരണം ഈ പോസ്റ്ററുകളിലും പ്രചാരണങ്ങളിലും അടക്കം തന്നെ പിണറായി വിജയൻ്റെ മാത്രം മുഖം വെച്ച് ഞാനല്ലാതെ മറ്റാര് എന്ന പ്രതീതി ഉണർത്തുന്ന രീതിയിൽ പ്രചാരണം നടത്തി. അത് CPM-ൻ്റെ ശൈലി ആയിരുന്നില്ല. ഒരു കേന്ദ്രീകൃതമായ രീതിയിൽ ആരെങ്കിലും പുകഴ്ത്തുന്നതോ അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള മനോഭാവമോ ഉണ്ടായിരുന്ന പാർട്ടിയല്ല CPIM. പക്ഷെ പിണറായി വിജയനിലേക്ക് എത്തുമ്പോൾ അത്തരം മാനദണ്ഡങ്ങളെല്ലാം തന്നെ മാറി നിൽക്കുകയാണ്. പ്രായമോ ടേമോ ഒന്നും പിണറായി വിജയന് മാനദണ്ഡമല്ല. ഈ മൂന്നാം ഊഴം എന്ന് പറയുന്നത് പോലും പിണറായി വിജയൻ്റെ പേരിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മൂന്നാം ഊഴം എന്ന പ്രചാരണം പാർട്ടി നടത്തിയത് പോലും തിരിച്ചടിയായി എന്നാണ് സെബാസ്റ്റ്യൻ പോൾ പറയുന്നത്. ഒപ്പം തന്നെ BS അച്യുതാനന്ദൻ മരിച്ച ശേഷം പാർട്ടിക്കുണ്ടായ ഒരു അനുകൂലമായ ഘടകമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിപ്പിക്കാൻ പാർട്ടിക്ക് ആയില്ല. കാരണം പോസ്റ്ററുകളിലടക്കം BS-ൻ്റെ ചിത്രം കൂടി വെച്ചിരുന്നു എങ്കിൽ അത് കുറച്ചുകൂടി ഗുണം ചെയ്യുമായിരുന്നു. പക്ഷേ അത് പിണറായി വിജയൻ്റെ ചിത്രം മാത്രമാക്കി പ്രചാരണം നടത്തി. പലയിടങ്ങളിലും തങ്ങൾക്കിഷ്ടമുള്ള ആളുകളെ മാത്രം എടുത്ത് ഉയർത്തിക്കാട്ടുന്നു. ഇത് കൂടാതെ തന്നെ G. സുധാകരൻ, കുഞ്ഞികൃഷ്ണൻ, ഗോവിന്ദൻ എന്നിവരുടെ വിഷയങ്ങളിലൊക്കെ തന്നെ അവർ സൂചന നൽകിയിട്ട് പോലും പാർട്ടി തിരുത്താൻ ശ്രമിച്ചില്ല. പക്ഷേ അവർ പറഞ്ഞതാണ് ശരി എന്നുള്ളത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മനസ്സിലായിരിക്കുന്നു. എന്തായാലും ഇനി സ്വയം നവീകരിച്ചാലല്ലാതെ ജനം പാർട്ടി ഏറ്റെടുക്കില്ല എന്ന ഒരു ബോധ്യത്തിലേക്ക് പാർട്ടി എത്തുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. 5 വർഷം കഴിഞ്ഞ് ഇനി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സ്വീകരിച്ച് പാർട്ടിക്ക് മുന്നോട്ട് വരാൻ കഴിയണം. അങ്ങനെ സ്വയം നവീകരിക്കാൻ കഴിയുന്ന പാർട്ടിയാണ് CPIM. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇനി പാർട്ടി നവീകരിക്കപ്പെട്ട് ജനങ്ങളിലേക്ക് വീണ്ടും എത്തട്ടെ എന്നുള്ളതാണ് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു വെക്കുന്നത്. ശ്യാമിലി. ശരി, സൈഫുനിസ വിവരം